ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച്. ത്രെഡഡ് ബാക്ക് സ്റ്റിച്ചും നേരത്തെ വിപ്പിംഗ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തത് അതിന് ചെറിയ വ്യത്യാസം ത്രെഡഡ് ബാക്ക് സ്റ്റിച്ചിനാണ്. ഇതിന് ആദ്യം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു ബാക്ക് സ്റ്റിച്ച് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ചിന്റെ ആദ്യത്തെ സ്റ്റിച്ചിന്റെ ഈ സെന്ററിന്ന് കുറച്ച് താഴെയായിട്ട്, ഒരുപാട് താഴെയാവരുത്, ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഈ നൂല് കുത്തിപ്പൊക്കി എടുക്കാൻ പോണത്. അടുത്ത കളറാണ്. ഈ നൂലുകൊണ്ടാണ് നമ്മൾ ഇത് ത്രെഡ് ചെയ്തെടുക്കാൻ പോണത്. ഓക്കെ, ഇത് കുത്തിയെടുത്തു. ഇനി ഈ ആദ്യത്തെ സ്റ്റിച്ചിന്റെ താഴെ കൂടെ ഇങ്ങനെ കുത്തരുത് കേട്ടോ. അതായത് നമ്മളെ ഈ തുണിയിൽ കുത്തരുത്, ഇതിന്റെ താഴെ കൂടെ. നേരത്തെ നമ്മൾ വിപ്പിംഗ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇങ്ങനെ താഴെ കൂടെ എടുത്തു. എന്നിട്ട് വിപ്പിംഗ് ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഈ അടുത്തത് ഇങ്ങനെ അടുത്തതിന്റെ താഴെ കൂടെയാണെന്നുള്ളത്. ഇവിടെ ചെയ്യേണ്ടത് അടുത്തതിന്റെ മേലെ, അടുത്ത സ്റ്റിച്ചിന്റെ മേലെ കൂടെയാണ് ഇത് കുത്തിയിറക്കേണ്ടത്. ഇങ്ങനെ അതേപോലെ തന്നെ വിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് മുഴുവനാക്കരുത്. ഇവിടെ ഇത്രയാക്കിയിട്ട് കണ്ടോ. ഇനി അടുത്തതിന്റെ താഴെ കൂടെ മുഴുവനാക്കരുത്. ആദ്യത്തെ എത്രയാണോ ചെയ്തത് ഏകദേശം ആ സൈസ് കഴിയണമെങ്കിൽ അതേ സൈസിൽ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിങ്ങനെ തന്നെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവസാനമുള്ള സ്റ്റിച്ച് ഏതാണോ അതിന്റെ ആ സൈഡിൽ കുറച്ച് ഇപ്പുറത്തായിട്ട്, അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മളത് എൻഡ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയായിരിക്കും, നമ്മൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തത് ആ ബാക്ക് സ്റ്റിച്ച് മാത്രമേ ഇവിടെയും കാണാൻ കഴിയുള്ളൂ.